ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ, ഏകദേശം 12ഓളം സുന്നത്തുകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, വെള്ളിയാഴ്ച ദിവസം പള്ളികളിലേക്ക് നേരത്തെ തന്നെ പോവുക. നമുക്കറിയാം, അന്ന് ജുമഅ നമസ്കാരമുണ്ട്, അതേപോലെ തന്നെ ഗൗരവമേറിയ ജുമഅ ഖുതുബയുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നേരത്തെ തന്നെ പള്ളിയിലെത്താനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ വിനോദങ്ങളിൽ ഏർപ്പെട്ടും അതേപോലെ തന്നെ കിടന്നുറങ്ങിയും വളരെ വൈകി പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് അതുണ്ടാവരുത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ കാന യൗമുൽ ജുമുഅത്തി കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ. വെള്ളിയാഴ്ച ദിവസമായാൽ എല്ലാ പള്ളികളുടെയും ആ ഓരോ പള്ളിക്കും എത്ര വാതിലുകളുണ്ടോ, അഥവാ ജനങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിൽ മലക്കുകൾ ഉണ്ടാകുന്നതാണ്. എന്താണ് മലക്കുകൾ ചെയ്യുന്നത്? അവർ വെറുതെ നിൽക്കുകയല്ല, പിന്നെയോ ആദ്യം പള്ളിയിൽ വരുന്നവരുടെ പേരെഴുതി വെക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കിതാബത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആദ്യം വരുന്നവരുടെ പേരുകളാണ് മലക്കുകളുടെ ആ രേഖയിലുണ്ടാവുക. ഫഇദാ ജലസൽ ഇമാമു തവവു സുഹഫ. ഇമാം മിമ്പറിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഖുതുബ പറയുന്ന പീഠത്തിൽ ഇമാം വരികയും ഇമാം ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത്. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതോടുകൂടി മലക്കുകൾ ഈ എഴുത്ത് അവസാനിപ്പിക്കുന്നതാണ്. വജാഉ യസ്തമിഊന ദിക്റ. എന്നിട്ട് അവർ ഖുതുബ കേൾക്കുവാൻ വേണ്ടി പള്ളിയിലിരിക്കും. വമസലുൽ മുഹജ്ജിരി കമസലില്ലദീ യുഹ്ദിൽ ബദന. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും ആദ്യം പള്ളിയിൽ വരുന്ന, മറ്റെല്ലാവരെയും അപേക്ഷിച്ച് ഏറ്റവും ആദ്യ സമയത്ത് വരുന്ന ആൾക്ക് ഒരു ഒട്ടകത്തെ ബലി നൽകിയ പ്രതിഫലമുണ്ട്. സുമ്മക്കല്ലദീ യുഹ്ദി ബഖറതൻ സുമ്മക്കല്ലദീ യുഹ്ദിൽ കബിഷ സുമ്മക്കല്ലദീ യുഹ്ദി ദജാജ സുമ്മക്കല്ലദീ യുഹ്ദിൽ ബൈള. അതിനുശേഷം വരുന്ന ഒരാൾക്ക് ഒരു പശുവിനെ അറുത്തതിൻ്റെ ബലി നൽകിയതിൻ്റെ, അതിനുശേഷം വരുന്ന ആൾക്ക് ഒരു ആടിനെ ബലി നൽകിയതിൻ്റെ, പിന്നെയുള്ള ആൾക്കൊരു കോഴിയെ ബലി നൽകിയതിൻ്റെ, പിന്നെയുള്ള ഒരാൾക്ക് ഒരു കോഴിമുട്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതിൻ്റെ പ്രതിഫലം, അല്ലെങ്കിൽ സദഖയായി നൽകിയതിൻ്റെ പ്രതിഫലം എല്ലാം ഉണ്ടാകും എന്നാണ്. അപ്പോൾ ഒട്ടകത്തെയും പശുവിനെയും ആടിനെയും കോഴിയെയും കോഴിമുട്ടയെല്ലാം തന്നെ സദഖ ചെയ്യുന്ന, അവയെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് നേരത്തെ പള്ളിയിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും മുന്തിയ ഒട്ടകത്തിൻ്റെ പ്രതിഫലം തന്നെ ലഭിക്കുക എന്ന നിയ്യത്തോടു കൂടി കഴിവിൻ്റെ പരമാവധി വളരെ നേരത്തെ തന്നെ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വെള്ളിയാഴ്ച ദിവസം പള്ളിയിലെത്താൻ ശ്രമിക്കണം. അവരുടെ പേരുകളെ മലക്കുകൾ എഴുതി വെക്കുകയുള്ളൂ. പിന്നീട് മലക്കുകൾ ഖുതുബ ശ്രവിക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ ഈ കാര്യം ഗൗരവത്തിൽ നാം ഓരോരുത്തരും കാണേണ്ടതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഏകദേശം 7ഓളം സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒന്നാമത്തെ കാര്യം കുളിക്കുക എന്നുള്ളത്, വെള്ളിയാഴ്ച ദിവസം കുളിക്കുക, നന്നായി കുളിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് വാജിബാണ് എന്നാണ്. കാരണം വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ വാജിബാണ് എന്നുള്ള നിലക്കൊരു ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത്. അതിൻ്റെ തന്നെ നിയ്യത്ത് വേണ്ടതുണ്ട്. ഞാൻ വെള്ളിയാഴ്ച ദിവസത്തെ കുളിയാണ് കുളിക്കുന്നത് എന്ന നിയ്യത്ത് വേണം. ആ നിയ്യത്തോടു കൂടിയായിരിക്കണം കുളിക്കേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വയതതഹറു മസ്തതാഅ മിൻ തുഹിരിൻ. കഴിവിൻ്റെ പരമാവധി ശരീരത്തിലെ ശുദ്ധി വരുത്തുക. അതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിൻറ്റുകളും നന്നായി ഉരച്ച് വൃത്തിയാക്കി കഴുകുക. എവിടെയും പൊടിപടലങ്ങളോ ചളിയോ കച്ചറയോ ഉണ്ടാകുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ശരീരത്തിലെ മടക്കുകളുള്ള ഭാഗങ്ങളിലും എല്ലായിടങ്ങളിലും നന്നായി ഉരച്ച് കഴുകുക. അതേപോലെ തന്നെ കക്ഷത്തിലെയും ഗുഹ്യഭാഗങ്ങളിലെയുമെല്ലാം രോമങ്ങൾ നീക്കം ചെയ്യുക, നഖം വെട്ടുക, അങ്ങനെ തുടങ്ങി നമുക്ക് ഏതെല്ലാം നിലക്ക് പരമാവധി ശുദ്ധീകരിക്കാൻ കഴിയുമോ നന്നായി പല്ല് തേക്കുക. ആ നിലക്കൊക്കെ ശുദ്ധി വരുത്തലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നന്നായി വൃത്തിയായി തന്നെ ശരീരത്തിന് ശുദ്ധി വരുത്തുക. അത് കുളിക്ക് പുറമെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
മൂന്നാമത്തത് വയദ്ദഹിനു മിൻ ദുഹിനിഹി, നല്ല എണ്ണ തേക്കുക, തലയിലും താടിയിലുമൊക്കെ എണ്ണ തേക്കുക. നല്ല ഇനം എണ്ണ തേച്ചുകൊണ്ട് മുടിയെല്ലാം നന്നായി ചീകിക്കൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത്. അത് മൂന്നാമത്തെ കാര്യമാണ്. പിന്നെ പറഞ്ഞു ഔ യമസ്സുമിൻ തീബി ബൈത്തിഹി, വീട്ടിലുള്ള ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിക്കുക. ഇത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണ്, പുറത്തേക്ക് പോകുമ്പോൾ സുഗന്ധം പുരട്ടുക എന്നുള്ളത്. ഇവിടെ വീട്ടിലെ സുഗന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് രണ്ട് നിലക്കാണ്. ഒന്ന്, അവരവരുടെ വീട്ടിൽ അവരുടെ ഭാര്യമാർ, സ്ത്രീകൾ അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സുഗന്ധമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്കതിനുള്ള സംവിധാനമുണ്ടാകണം, സ്വന്തമായി സുഗന്ധമുണ്ടാകണം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുക. അപ്പോൾ ഏറ്റവും നന്നായി സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത്. ഇത് നാലാമത്തെ കാര്യമാണ്. സുമ്മ യഖ്റുജു ഫലാ യുഫർരിഖു ബൈന ഇസ്നൈൻ, പിന്നെ പള്ളിയിലേക്ക് പോയി രണ്ടാളുകളെ തമ്മിൽ അവരെ കൈകൊണ്ട് തട്ടി മാറ്റാതെ, അവരുടെ ഷോൾഡറുകൾ കൈകൊണ്ട് തട്ടി മാറ്റാതെ, എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കാതെ ഒഴിവുള്ള സ്ഥലത്ത് പോയി ശാന്തമായി ഇരിക്കുക, ശാന്തമായി പോവുക. എന്നിട്ട് ഇത് അഞ്ചാമത്തതാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. സുമ്മ യുസല്ലി മാ കുത്തിബ ലഹു, ഇത് ആറാമത്തതാണ്. സുമ്മ യുസല്ലി മാ കുത്തിബ ലഹു, താൻ ഉദ്ദേശിക്കുന്ന അത്രയും മുത്തലഖനായിട്ടുള്ള സുന്നത്ത് നമസ്കരിക്കുക. ഈ രണ്ട് റക്അത്തായി അതെത്രയും നമസ്കരിക്കാം. ഇമാം പള്ളിയിലേക്ക് വരുന്നതുവരെ 2, 4, 6 അങ്ങനെ സ്വഹാബികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ആ വിഷയം നാം പ്രത്യേകം ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നമസ്കരിക്കുക, ഇതാണ് ആറാമത്തത്. ഏഴാമത്തത് സുമ്മ യുൻസിതു ഇദാ തകല്ലമൽ ഇമാം, ഇമാം ഖുത്ബ പറയാൻ തുടങ്ങിയാൽ പിന്നെ മിണ്ടാതിരിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവരോട് മിണ്ടാതിരിക്കൂ എന്നുപോലും പറയാത്ത രൂപത്തിൽ അത്രയും സൈലൻ്റായി ഇമാമിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇമാമിൻ്റെ ഖുത്ബ ശ്രവിക്കുകയും ചെയ്താൽ, ഇത് 7 കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങൾ ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമഅത്തിൽ ഉഖറ, ആ വെള്ളിയാഴ്ച മുതൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അയാളിൽ നിന്ന് സംഭവിക്കുന്ന മുഴുവൻ ചെറിയ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വേറെ ചില റിവായത്തുകളിൽ അധികമായി 3 ദിവസം കൂടി, അഥവാ 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, നന്നായി കുളിക്കുക. 2, ശരീരത്തിൽ മാക്സിമം ശുദ്ധി വരുത്തുക. 3, നല്ല എണ്ണ തേക്കുക. 4, നല്ല സുഗന്ധം പൂശുക. 5, പള്ളിയിൽ പോയി ആരെയും ഉപദ്രവിക്കാത്ത രൂപത്തിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത് പോവുക. ശേഷം സാധ്യമാകുന്നത്ര സുന്നത്ത് നമസ്കരിക്കുക. പിന്നീട് ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയാൽ മിണ്ടാതെ ഖുതുബ കേൾക്കുക. ഇത്രയും കാര്യങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ മറ്റൊരു സുന്നത്ത്, അത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. ഇത് 9ാമത്തേതായി നമുക്ക് മനസ്സിലാക്കാം. അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ പറയുന്നത്, മൻ ഇഗ്തസല യൗമൽ ജുമഅത്തി വലബിസ മിൻ അഹ്സനി സിയാബിഹി, വെള്ളിയാഴ്ച ദിവസം കുളിച്ച് തൻ്റെ വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ഏതാണോ അത് ധരിക്കുക. അപ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം നാം വാങ്ങിയതിൽ വെച്ച് നമ്മുടെ വസ്ത്രത്തിൻ്റെ ഇടയിൽ ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും പുതിയതേതാണോ അത് ധരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും പുതിയതും ഏറ്റവും നല്ലതും ഭംഗിയുള്ളതുമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത്. ഇവിടെ അഹ്സനു സിയാബ്, ഏറ്റവും നല്ല വസ്ത്രം എന്നതിൽ ഇത് രണ്ടും ഉൾപ്പെടും. നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള, അധികം പഴക്കമില്ലാത്ത വസ്ത്രമുണ്ടെങ്കിൽ അത് ധരിച്ചുകൊണ്ട് പോവൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. 10ാമത്തത് അന്നത്തെ ദിവസമുള്ള പ്രത്യേക പ്രാർത്ഥന. വെള്ളിയാഴ്ച ദിവസം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജുമഅത്തി ലസാഅത്തൻ, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി, ആ സമയത്തോട് യോജിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം നമസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയവുമായി അയാൾ യോജിച്ചു വരികയാണെങ്കിൽ, യസ്അലുല്ലാഹ ഖൈറൻ, അള്ളാഹുവിനോട് വല്ല ഖൈറും ചോദിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, ഇല്ല അഅ്താഹു ഇയ്യാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആ വ്യക്തിക്ക് നൽകാതിരിക്കുകയില്ല. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയം ഒരാൾ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും അതേപോലെ തന്നെ നമസ്കാരത്തിലല്ലാതെ തന്നെ പ്രാർത്ഥിച്ചാലും ഈ സമയവുമായി ഒത്തുവന്നാൽ ആ വ്യക്തിയുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. ദുആക്ക് തീർച്ചയായും ഉത്തരം നൽകപ്പെടുന്ന സന്ദർഭമാണത്. ഏതാണ് ആ വെള്ളിയാഴ്ചയിലെ സമയം? ചില ഹദീസിൽ വന്നിട്ടുള്ളത് അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ്. ഇതാണ് ഏറ്റവും പ്രബലമായി വന്നിട്ടുള്ളത്. അസർ നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ, അഥവാ വെള്ളിയാഴ്ച ദിവസം തീരുന്ന അവസാന സന്ദർഭങ്ങൾ, അതാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമെന്ന് ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമാം മിമ്പറിൽ ഇരിക്കുന്ന സന്ദർഭമാണ് എന്നും ഖുത്ബ പറയുന്ന സന്ദർഭമാണ് എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും ശരി,
നാം വെള്ളിയാഴ്ച ദിവസം ഈ പറയപ്പെട്ട സമയങ്ങളൊക്കെ സന്ദർഭങ്ങളൊക്കെ മറ്റു ഇബാദത്തുകൾക്ക് ഭംഗം വരാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ഖൈർ ലഭിക്കുന്നതാണ്. 11ാമത്തെ സുന്നത്ത് സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണമാണ്. ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസറിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, ഇത് നബിയിലേക്ക് ചേർക്കപ്പെട്ട മർഫൂആയ ഹദീസാണ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അദാഅ ലഹു മിനൻ നൂരി ഫീമാ ബൈനഹു വ ബൈനൽ ബൈത്തിൽ അതീഖ്, അയാൾക്കും കഅബാലയത്തിനുമിടയിലുള്ള സ്ഥലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം കൊണ്ട് നിറയ്ക്കുന്നതാണ്. ഇമാം ബൈഹഖിയുടെ സുനനിലുള്ളത് അസ്സുനനു സഗീറിലുള്ളത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും തന്നെയുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅത്തി അദാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ, രണ്ട് ജുമുഅകൾക്കിടയിലുള്ള ആ ഒരു കാലയളവിൽ ആ വ്യക്തിയുടെ ജീവിതത്തെ അള്ളാഹു പ്രകാശം കൊണ്ട് നിറയ്ക്കുന്നതാണ്. അഥവാ ഈമാനികമായ ചൈതന്യവും ഈമാനികമായ പ്രകാശവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലുമാകാം ഇത്, വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം പിന്നെ വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലും സൂറത്തുൽ കഹ്ഫ് ഓതാം, വെള്ളിയാഴ്ച പകലിലും ഓതാം. ഒന്നാമത്തെ ഹദീസിലുള്ളത് ലൈലത്തുൽ ജുമുഅ, രണ്ടാമത്തെ ഹദീസിലുള്ളത് ഫീ യൗമിൽ ജുമുഅ. അപ്പോൾ വെള്ളിയാഴ്ച പകലുമാകാം, വെള്ളിയാഴ്ച രാവിലുമാകാം, വെള്ളിയാഴ്ച മഗ്‌രിബ് വരെ അതിന് സമയമുണ്ട്. ജുമുഅക്ക് ശേഷവും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം. ചില ആളുകൾ ധരിച്ചത് ജുമുഅയുടെ മുമ്പ് ഓതിയിട്ടില്ലെങ്കിൽ പിന്നെ ഓതിയിട്ട് കാര്യമില്ല എന്നാണ്. അങ്ങനെയില്ല, ജുമുഅക്ക് ശേഷവും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. 12ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമുഅ ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, ആദം നബി സൃഷ്ടിക്കപ്പെട്ടു. വഫീഹി ഖുബിള, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ചയാണ്. വഫീഹി നഫ്ഖ, സൂറെന്ന കാഹളത്തിലെ ഒന്നാമത്തെ ഊത്ത് അത് ഖിയാമത്ത് നാളിലാണ്, അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഖിയാമത്ത് നാളിലെ ആ ഊത്ത് വെള്ളിയാഴ്ചയാണ്. വഫീഹി സ്വഅഖ, ആളുകൾ ബോധം കെട്ട് വീഴുന്ന ദിവസമാണത്. അങ്ങനെയുള്ള ആ ഖിയാമത്ത് നാളും വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇതും നമുക്ക് വെള്ളിയാഴ്ച രാവിൽ പറ്റുന്നതാണ്. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അക്സിറു സ്വലാത്ത അലയ്യ യൗമൽ ജുമുഅ വലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവും നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഫമൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് അയാൾക്ക് നൽകുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച മഗ്‌രിബ് കഴിഞ്ഞാൽ തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് തുടങ്ങാം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു തുടങ്ങാം. പിന്നെ വെള്ളിയാഴ്ച ദിവസം ഫജ്റിന് ശേഷമാണ് കുളിക്കേണ്ടത്. ഫജ്റിന് മുമ്പുള്ള കുളി വെള്ളിയാഴ്ചത്തെ കുളിയായി പരിഗണിക്കുകയില്ല. അങ്ങനെ ഫജ്റിന് ശേഷം കുളിക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നേരത്തെ തന്നെ പള്ളികളിലേക്ക് പോവുക. നേരത്തെ പറയപ്പെട്ട സുന്നത്തുകളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ അത് വമ്പിച്ച ഖൈറാത്തുകളാണ് പരലോകത്ത് നമുക്ക് നൽകുന്നത്.